നിൻ്റെ സങ്കടം പറ, അപ്പം നിൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരും, അമ്മ മാതാവ് സാധിച്ചു തരും എന്ന് പറഞ്ഞു. ഞാൻ 23/5/2024 ഞാൻ ആദ്യം വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ജോലിക്ക് വേണ്ടി, അണ്ണൻ്റെ ജോലിക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 1 വർഷമായി അണ്ണൻ നാട്ടിൽ വന്നിട്ട് ജോലിയൊന്നും റെഡിയാവാതെ പല ഇൻ്റർവ്യൂവിനും പോയിട്ട് ഒന്നും ജോലി റെഡിയാവുന്നില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, ഒരു ഇൻ്റർവ്യൂ പാസ്സായി, പക്ഷേ അണ്ണനെ അത് വിളിച്ചില്ല. ഞാൻ രണ്ടാമതും വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, എന്താ അമ്മേ ഞാൻ ഉടമ്പടി എടുത്തിട്ടും അണ്ണന് ജോലി കിട്ടാത്തത്? അമ്മ എന്താ ഇതിങ്ങനെ മാറ്റുന്നേ, എന്താ ജോലി തരാത്തതെന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് ഞാൻ ഇവിടുന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ ആ ഉടമ്പടി എടുത്തു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് അണ്ണനൊരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ അത് പോകാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് ഒരു നടുവിന് വേദന അണ്ണന് വന്നത്. നടുവിന് വേദന വന്നു, ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് മാറി, തൈലവും അമ്മയുടെ ഉപ്പും എല്ലാം പുരട്ടുന്നുണ്ടായിരുന്നു. കുറച്ച് മാറി. അന്നേരം ഇൻ്റർവ്യൂ വന്നു, ഇൻ്റർവ്യൂവിന് പോയി, ഇൻ്റർവ്യൂ പാസ്സായിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേന് അസുഖം പണ്ടത്തേതിലും കൂടുതലായിട്ട് അണ്ണന് കൂടി. പിന്നെയും ഞങ്ങൾ 10-15 ദിവസം ആശുപത്രി അഡ്മിറ്റായിരുന്നു. അവിടുന്ന് പിന്നെയും വീട്ടിൽ വന്നു. അന്നേരം എല്ലാം ഞാൻ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പറയുന്നുണ്ട്, അമ്മ മാതാവേ, ഈ നടുവിന് വേദന മാറാതെ കയറി പോകാനും പറ്റത്തില്ല, ഇൻ്റർവ്യൂ പാസ്സുമായി, ഇനി എങ്ങനെ പോകും, നമ്മുടെ ജീവിതമാർഗം മുട്ടിപ്പോവാന്നല്ലോ മാതാവേ, നീ കൈവിടല്ലേ എന്നും ഞാൻ മാതാവിനോട് കരഞ്ഞ് പറഞ്ഞ് അമ്മയുടെ മുമ്പിൽ ഞാൻ കരയുമായിരുന്നു. അങ്ങനെ അമ്മ മാതാവ്, ഞാനിവിടെ ജപമാല റാലിക്ക് വന്ന അന്ന് അണ്ണൻ വേറൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കാലിൻ്റെ സ്വാധീനം നഷ്ടമാവുകയാണ്, കാലിന് ബലമില്ല, വിദേശത്തോട്ടൊന്നും പോകുന്ന കാര്യം ഇപ്പോഴേ ചിന്തിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ ജപമാല റാലിക്ക് വന്നു, തിരിച്ചു വന്ന് അമ്മയുടെ മുമ്പിൽ വന്ന് ഇവിടെ നിന്നപ്പോൾ ഫോൺ വീട്ടിൽ നിന്ന് വരുന്നു, അണ്ണന് കാലിന് സ്വാധീനക്കുറവ് വരുക, വെയിറ്റ് ഇട്ട് കിടക്കണം, എന്തോ ചെയ്യും, നമുക്ക് വിസ വരാറുമായി, എന്തോ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് ഒത്തിരി വെളി വന്ന് കിടന്ന് കരഞ്ഞ് ഞാൻ ചോദിച്ചു, എന്തിനാ അമ്മേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് അമ്മ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച്, എന്തിനാ, ഞാൻ എത്ര അമ്മയെ വിളിച്ച് കരഞ്ഞിട്ടുണ്ട്, എന്തിനാ അമ്മേ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ ഒത്തിരി കരഞ്ഞു. ഇവിടെ അമ്മയുടെ മുന്നിൽ വന്ന് കിടന്നു, അകത്ത് കയറിയില്ല, വാതിലിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഈ ജോലിക്ക് പോയില്ലേ എൻ്റെ ജീവിതം മൊത്തത്തിൽ നശിച്ചു പോകും, അസുഖവും മാറണം. അമ്മയുടെ മുന്നിൽ ഞാൻ എടുത്ത ഉടമ്പടിയിൽ ഒരെണ്ണമാണ് അണ്ണൻ്റെ അസുഖം പൂർണ്ണമായും മാറി വിദേശത്ത് പോകണമെന്നുള്ളത്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് 3-ാമത്തെ ദിവസം ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്ത് ഞാനും അണ്ണനൂടെ പോയി അഡ്മിറ്റായി, വെയിറ്റ് ഇടാൻ പോവുക ഞങ്ങൾ രണ്ടുപേരുടെ. അവിടെ ചെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഡോക്ടർ കാല് പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, രാജേഷ്, എന്തോ ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ, ഇയാൾ കഴിഞ്ഞ ദിവസം വന്നതിൽ വലിയ മാറ്റം ഇയാളുടെ കാലിന് സംഭവിച്ചു, ഇയാൾ ഇവിടെ കിടക്കണ്ട, അഡ്മിറ്റ് ആവണ്ട, വെയിറ്റ് വിടണ്ട, മെഡിസിൻ മാത്രം കഴിച്ചാൽ മതി. അതിൻ്റെ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇതെന്തോ അത്ഭുതമാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, അതാണ് മിനിഞ്ഞാന്ന് ഞാൻ റാലിക്ക് പോയതിൻ്റെ എൻ്റെ അമ്മ മാതാവിൻ്റെ അത്ഭുതമാണ്. അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം, എങ്ങനെ, ഡോക്ടറിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു ഡോക്ടർ പറഞ്ഞ ഓരോ കാര്യങ്ങളും. അമ്മ മാതാവും തിരുകുമാരനും അസുഖം പൂർണ്ണമായും എൻ്റെ രാജേശ്വരൻ്റെ ശരീരത്തു നിന്ന് മാറ്റി. ഞാൻ ഇവിടെ എടുത്ത് ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് നല്ല ഒരു കമ്പനിയിൽ ഒരു ജോലിയും അസുഖം ഒന്നുമില്ലാതെ ആ ജോലിക്ക് പോകണമെന്നുള്ളതും. അത് രണ്ടും അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അത് ആദ്യം വന്ന് ഇൻ്റർവ്യൂ പാസ്സായിട്ടും അത് കിട്ടാഞ്ഞത് എനിക്ക് തോന്നുന്നു അമ്മ മാതാവ് ഈ അസുഖം പൂർണ്ണമായും മാറ്റിവിടാൻ വേണ്ടിയായിരുന്നു ആദ്യത്തെ ജോലി കിട്ടാതെ പോയതെന്നാണ് ഞാൻ അസുഖം വന്നപ്പോഴും ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ കാണിച്ചും തന്നു. എൻ്റെ മെഴുകുതിരിയിൽ അമ്മയുടെ ഓരോ ചെറിയ രൂപങ്ങളും പ്രത്യക്ഷമായി. എനിക്കൊത്തിരി എൻ്റെ ജീവിതത്തിൽ അനേകം, എനിക്ക് സങ്കടം വരുമ്പോഴെല്ലാം ഞാൻ അമ്മയുടെ മെഴുകുതിരിയുടെ മുമ്പിലും അമ്മയുടെ ചെറിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിലൊക്കെ പോയിരുന്ന് ഞാൻ കരയും, അമ്മേ എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയേ, എൻ്റെ അണ്ണന് ഇനി വിദേശത്ത് പോകാൻ പറ്റത്തില്ലയോ, അമ്മേ അതെനിക്ക് സാധിച്ചു തരത്തില്ലയോ എന്ന് ഞാൻ പറയും. ഞാൻ ഒത്തിരി കരഞ്ഞ് സങ്കടവും പറയും. എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ ചോദിക്കും, എന്താ എന്നെ കൈവിട്ടോ, ഞാൻ എന്തോലും തെറ്റ് ചെയ്തോ, എനിക്ക് അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് വല്ല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണേ, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണേ, അതൊക്കെ ക്ഷമിച്ച് തരണേ എന്ന് ഞാൻ
ഒത്തിരി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായിട്ട് അണ്ണന് പോകാനുള്ള എല്ലാം റെഡിയായി. ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ, ഇപ്പം ഞങ്ങൾ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് വരുന്ന വഴിയാണ്. അമ്മയുടെ മുന്നിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം, അണ്ണനെയും അമ്മയുടെ മുൻപിൽ വന്ന് തൊഴിയിച്ചിട്ട് വേണം എനിക്ക് പോകാനെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തുവായാലും സാധിച്ചു. അമ്മ മാതാവും തിരുകുമാരനും ഒത്തിരി ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ എനിക്ക് കൂട്ടായിട്ട് നിന്നത് എൻ്റെ അമ്മ മാതാവും തിരുകുമാരനുമാണ്. ഞാൻ 1000 നന്ദി പറയുന്നു. എനിക്ക് ജീവിതത്തിൽ എൻ്റെ അമ്മയും തിരുകുമാരനെയും എൻ്റെ ജീവന് തുല്യമായിട്ട് ഞാൻ സ്നേഹിക്കുന്നു. അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനം. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാൻ്റെ പാദങ്ങൾക്ക് എന്നതുപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. അശ്വതി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി രാജേഷും പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ അവരുടെ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ ഓരോ വാക്കിലും അമ്മ മാതാവിനോടുള്ള വാത്സല്യം നിറഞ്ഞ സ്നേഹം, ഈശോയിലുള്ള ശരണപ്പെട്ട വിശ്വാസം, എത്ര സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു മകൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടു കൂടി അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ആ മകളുടെ വാക്കുകളിൽ നമുക്ക് കാണാനാവും. വളരെ ആഗ്രഹത്തോടു കൂടി ജീവിത പങ്കാളിയുടെ രോഗസമയത്ത് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് രോഗം മൂർച്ഛിക്കുകയും വേദന കൂടുകയും ചെയ്യുമ്പോൾ അമ്മയുടെ അരികിൽ വന്ന് നിലവിളിച്ച്, മക്കൾ നിലവിളിക്കുന്നത് പോലെ നിലവിളിച്ച് ആവലാതി പറഞ്ഞ് എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ച് സങ്കടപ്പെടുക. വീണ്ടും പരിശുദ്ധമ്മയിലൂടെ തിരുക്കുമാരൻ ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ തുള്ളിച്ചാടി വന്ന് സന്തോഷത്തോടു കൂടി അമ്മയുടെ അരികിൽ നന്ദി പറയുക. ഇത് വിശ്വാസം കൊടുക്കുന്ന ഒരു നിർവൃതിയാണ്, വിശ്വാസം കൊടുക്കുന്ന ഒരു സന്തോഷമാണ്. കാരണം ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങൾ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു. 1, സുരക്ഷിതമായൊരു ജോലി വേണം. 2, അവിചാരിതമായി വന്നു കയറിയ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടുകൊണ്ട് നല്ല ആരോഗ്യത്തോടെ ജോലിക്ക് പോകുവാനായിട്ട് സാഹചര്യം ഒരുങ്ങണം. ഇന്ന് മകൾ ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ 2 കാര്യങ്ങൾക്കും അമ്മ മാതാവ് ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കൊടുത്ത വലിയ അനുഗ്രഹത്തെയാണ് സാക്ഷ്യപ്പെടുത്തുക. ജോലി സുരക്ഷിതമായി, വിദേശത്ത് നല്ലൊരു ജോലി കൊടുത്ത് അതിൻ്റെ എല്ലാ പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം കരങ്ങളിലാക്കി മകൾ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ രോഗത്തിന് ശമനം കൊടുത്തുകൊണ്ട് ആരോഗ്യത്തോടു കൂടി അതിൽ പ്രത്യാശയോടെ പോകുവാനുള്ള കൃപ ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധമ്മയുടെ സന്നിധിയിലേക്ക് കൊടുക്കുന്ന പ്രാർത്ഥനകൾ ഒരുപക്ഷെ അത് വൈദ്യശാസ്ത്രത്തിന് അത് കാലങ്ങളെടുക്കും, മരുന്നേറെ വേണം, സമയമെടുക്കുമെന്നൊക്കെ പറയുമ്പോഴും അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് കാലിൽ വെയിറ്റിട്ട് കിടക്കുവാൻ ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണ് അതിൻ്റെ ആവശ്യമില്ല, ആരോഗ്യം പ്രാപിച്ചു വന്ന ഒരു നിമിഷം കൊണ്ട് സൗഖ്യത്തിലേക്ക് നയിക്കപ്പെട്ടതിൻ്റെ വാർത്ത കുടുംബത്തിന് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ പ്രത്യാശയും സന്തോഷവും ഇത് തന്നെയാണ്. നാം അമ്മ മാതാവിൻ്റെ അരികിലേക്ക് കണ്ണീരോടെ ജീവിതത്തെ കൊടുക്കുമ്പോൾ, വിശ്വാസത്തോടു കൂടി ഉടമ്പടി ജീവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ, അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും നമുക്ക് തന്നെ വിശ്വസിക്കുവാനാവാത്ത വിധം ഡോക്ടർ പറയുന്നുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു, ഇതെന്തൊരു അത്ഭുതമെന്ന്. മറ്റുള്ളവർക്ക് വിശ്വസിക്കുവാനാവാത്ത വിധം ഏറ്റവും നന്മയായിട്ടുള്ളത് നമുക്ക് നേടിത്തരിക തന്നെ ചെയ്യും. ഇതാണ് കൃപാസനത്തിൽ വന്ന് ഓരോ മക്കളും പറഞ്ഞു പോകുന്ന സാക്ഷ്യത്തിൻ്റെ രക്തചുരുക്കവും. ഞങ്ങൾക്ക് അസാധ്യമായത്, ഞങ്ങളുടെ കണ്ണു നിറഞ്ഞ ജീവിതം പരാജയപ്പെട്ടത്, ഞങ്ങൾക്കിനി മുന്നോട്ട് വഴിയില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമ്മ വളരെ ധീരതയോടുകൂടി, വളരെ ശക്തമായി, വളരെ അസാധ്യമെന്ന് കരുതിയ മേഖലകളിൽ പോലും ഇടപെട്ടുകൊണ്ട് സഹായിച്ചുവെന്ന് ഈ അമ്മയുടെ സന്നിധിയിൽ ഈ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ അനുഗ്രഹമായതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ വേഗത്തിൽ അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.